ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവന് ജാമ്യം കിട്ടും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ആ സമയത്ത് വക്കീല് പറയുന്നു ജീവനെതിരെ സാക്ഷി പറയാൻ ഒരാൾ എത്തുമെന്ന്. അത് മറ്റാരുമല്ല, നിത്യ തന്നെ, ജീവന്റെ ഭാര്യ. നിത്യയെ കണ്ടപാടെ ഞെട്ടലോടെ നിൽക്കുകയാണ് ജീവനും വീണയും. നിത്യയോടൊപ്പം ഹരിയും ഉണ്ടായിരുന്നു. ഒരിക്കലും നിത്യ വരില്ല എന്ന് തന്നെയായിരുന്നു അവരുടെ വിചാരം. വക്കീല് പറയുന്നു ഇത് ജീവന്റെ ഭാര്യ നിത്യ. നിത്യയ്ക്ക് പറയാനുള്ളത് കോടതി കേൾക്കണമെന്ന് പറയുന്നു. കോടതി സമ്മതിക്കുകയും ചെയ്തു. നിത്യ അവരോട് പറയുന്നുണ്ട്, ഞാൻ ഈ മനുഷ്യന്റെ ഭാര്യയാണ്. ഭാര്യയാവാൻ ഗതികേട് വന്ന ഒരുത്തി. ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ ഇയാളുടെ ക്രൂരത ഞാൻ കണ്ടതാണ്. ലോകത്തിലെ ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളാണ് ഇയാൾ. എന്നെ മാത്രമല്ല, സ്വന്തം പെങ്ങളെ, എന്തിനെ പ്രായമായ അമ്മയെ പോലും ഒരു സംശയ രോഗിയെ പോലെ നോക്കുന്ന ഒരാളായിരുന്നു ഇയാൾ. ഒരു നല്ല ജീവിതം മോഹിച്ച എനിക്ക് നരകം തന്നെയായിരുന്നു ഇയാൾ ഉണ്ടാക്കി തന്നത്. എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് നിത്യ അവരോട് പറയുന്നത്. കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. ഇയാളൊരു മനുഷ്യനല്ല, ഇയാളൊരു മൃഗത്തേക്കാൾ ക്രൂരനാണെന്ന് പറയുമ്പോൾ ഏയ് എന്ന് പറഞ്ഞ് അലറുകയാണ് ജീവൻ. എന്നാൽ നിത്യ പറയുന്നതിൽ ലയിച്ചു നിൽക്കുകയായിരുന്ന ജീവൻ പെട്ടെന്ന് പരിസരം മറന്നുപോയി. മിസ്റ്റർ ജീവൻ എന്ന് കോടതി ജീവനോട് പറയുന്നു. പെട്ടെന്ന് ജീവൻ അങ്ങ് അടങ്ങി. നിത്യ വീണ്ടും പറയുന്നു, സ്വന്തം അമ്മയുടെ കഴുത്തിൽ കത്തിവെച്ച് വില പേശുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം അനിയത്തെ ക്രൂരമായി മർദ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാളുടെ കുടുംബം മുഴുവനും അയാളുടെ കാൽക്കൽ വീണ് ജീവന് വേണ്ടി കേഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാൾക്കൊരിക്കലും മാപ്പ് കൊടുക്കരുത്. ഞാൻ മാത്രമല്ല, ഇയാളുടെ കുടുംബത്തിലെ എല്ലാവരും ഇയാൾ മൂലം ജീവിതം നഷ്ടപ്പെട്ടവരാണ്. ഇയാളൊരു കൊലയാളിയാണ്. ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ഒരാളാണ്. ഇതിനു മുൻപും കൊന്നു തള്ളിയവനാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നിത്യ പറയുന്നു. ഇയാൾക്കാരുടെയും വേദന അറിയില്ല. മറ്റുള്ളവർ കരയുമ്പോൾ ഇയാൾ ആർത്ത് ചിരിക്കാറേ ഉള്ളൂ. സ്വന്തം മകനെ ശിക്ഷിക്കണമെന്ന് പോലീസുകാരോട് കൈകൂപ്പി അപേക്ഷിക്കുന്ന ഒരു അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇയാളുടെ അമ്മ അത് ചെയ്തു. എത്രയോ പേരുടെ ജീവിതം ഇല്ലാതാക്കിയവനാണ്. ഇനി ഇയാളെ പുറത്തു വിട്ടാൽ ഇയാൾ അതും ആവർത്തിക്കും. ചെറിയ ചെറിയ സ്വപ്നങ്ങളിൽ ജീവിച്ചിരുന്ന ഞങ്ങളെയൊക്കെ നരകത്തിലേക്ക് തള്ളിവിട്ട ഇയാളെ മനുഷ്യനാണെന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. എൻ്റെ ഉള്ളിലെ സങ്കടമാണ് ഞാൻ കോടതിക്ക് മുന്നിൽ പറഞ്ഞത്. നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിന്റെ കണക്കാണ്. സംശയിക്കപ്പെട്ടവൾ എന്നതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടതിന്റെ നീറ്റിലാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് നിത്യ. ഇതൊന്നും ഹരിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ ജീവൻ വീണ്ടും പകയോടെ തന്നെയാണ് നിത്യയെ നോക്കുന്നത്. കോടതി ഇതെല്ലാം കേട്ടതിനു ശേഷം പറയുന്നു, ഈ കേസിന്റെ വാദം കോടതി അടുത്ത മാസം 27-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. തുടർന്ന് നിത്യയുടെ വീട്ടിൽ സുജാത ശരവണനോട് പറയുന്നു, എന്താ ശരവണ ഈ കേൾക്കുന്നത്? നിത്യ കോടതിയിലേക്ക് പോയെന്നോ? അതെ, അങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് ശരവണൻ പറയുമ്പോൾ രഘു പറയുന്നു, അല്ല ശരവണ, കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ അങ്ങനെ അവിടേക്ക് പോകാൻ തയ്യാറല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. സുജാത പറയുന്നു, രഘുവേട്ട, നമ്മളോട് ആരോടും പറയാതെ നിത്യ പോയിട്ടുണ്ടെങ്കിൽ അതിനു പുറകിൽ എന്തെങ്കിലും കാരണം കാണും. അതിന്റെ കാരണം ഞാനാണെന്ന് ശരവണൻ പറയുന്നു. അവരെ കോടതിയിലേക്ക് പോകാൻ സമ്മതിച്ചത് ഞാനാണ്. നീയോ? എന്തൊക്കെയാണ് ശരവണ നീ പറയുന്നത് എന്ന് സുജാത ചോദിക്കുന്നു. രഘു പറയുന്നു, ശരവണ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നു. ഇന്നലെ എന്ന് പറഞ്ഞ് ശരവണൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇന്നലെ നിത്യ ഇങ്ങനെ സെറ്റ് കവറൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരവണൻ അവിടേക്ക് വന്നത്. എന്നിട്ട് ശരവണൻ നിത്യയോട് പറയുന്നു, അമ്മ, ജീവനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മൊഴി കൊടുക്കാൻ നിങ്ങൾ ചെല്ലണമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞതല്ലേ, പോകുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചതല്ലേ എന്ന് നിത്യ പറയുമ്പോൾ ശരവണൻ പറയുന്നു, ഇല്ലമ്മ, നിങ്ങൾ പോകണം, അവിടെ പോകണം. ആ കൊലയാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അയാളിപ്പോൾ അകത്ത് കിടക്കുന്നത് കൊലപാതക കേസിനല്ലേ. ഞാൻ ചെന്നാലും ചെന്നില്ലെങ്കിലും അയാൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടില്ലേ എന്ന് നിത്യ. കിട്ടും, ഞാൻ പറയുന്നത് കേൾക്ക് കണ്ടിപ്പാ, നിങ്ങൾ പോയേ പറ്റൂ എന്ന് കെ ശരവണൻ തമിഴിൽ പറയുന്നുണ്ട്. അവരെ ചുമ്മാ കൂടാതെ എന്നെ കെ ശരവണൻ പറയുമ്പോൾ നിത്യ പറയുന്നു, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ, ഇനി എന്തിനാ പറയുന്നത്? ശരവണൻ ഒരു വെപ്രാളത്തോടെ എങ്ങനെയെങ്കിലും ജീവനെ അകത്താക്കണമെന്ന ഒരു ആഗ്രഹത്തോടെ തന്നെയാണ് ഇത് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് നിത്യയോട് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്ന് ശരവണൻ അറിയില്ല. വീണ്ടും വീണ്ടും പോകണമെന്നാണ് പറയുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് കോടതിക്ക് മുന്നിൽ ചെന്ന് എല്ലാവരോടും വിളിച്ച് പറയണമെന്ന് വീണ്ടും ശരവണൻ പറയുന്നു. നിത്യ വീണ്ടും പോകുന്നില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് ശരവണൻ അവസാനം അത് തുറന്ന് പറയുന്നു, ഇതിനു മുന്നേയും ഒരു കൊല ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ കൊലയ്ക്ക് അവർക്ക് ശിക്ഷ കിട്ടിയില്ല. നിങ്ങൾ പോണം എന്ന് ശരവണൻ ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ നിത്യ ഒന്ന് ഞെട്ടി എന്താണെന്നറിയാൻ. ഇതിനു മുന്നേ ജീവൻ കൊലപാതകം ചെയ്തെന്നോ? എപ്പോ എന്ന് നിത്യ ചോദിക്കുന്നു. പറയാൻ മടിച്ചു നിൽക്കുകയാണ് ശരവണൻ. നിത്യ ചോദിക്കുന്നു, ശരവണ, എന്താ പറയാൻ മടിച്ചു നിൽക്കുന്നത്? എന്താ ഒളിക്കുന്നത്? നീ എൻ്റെ ആങ്ങളെയല്ലേ, എൻ്റെ സ്വന്തം സഹോദരിയായിട്ടല്ലേ നീ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നീ പറഞ്ഞത് തെളിച്ച് പറയുന്നു നിത്യ. അമ്മ, നിങ്ങൾ പോയി മൊഴി കൊടുക്കണം. അത് നിങ്ങളുടെ
അച്ഛന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് എനിക്ക് ശരവണൻ പറയുന്നു. ഇത് കേട്ട് നിത്യ പറയുന്നുണ്ട്, അച്ഛനോ? ശരവണ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ശരവണൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, കടവുളെ, ഞാൻ നീ എങ്ങനെയാ പറയുന്നത്? വീണ്ടും നിത്യ നിർബന്ധിക്കുന്നു, ശരവണ പറയൂ, എന്താണ് സംഭവിച്ചത്? എന്റെ അച്ഛൻ എന്താണ് സംഭവിച്ചത്? അമ്മ അന്ന് രാത്രിയിൽ എന്ന് പറഞ്ഞ് അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ശരവണൻ പറയുന്നുണ്ട് നിത്യയോട്. അച്ഛനെ ജീവൻ കൊന്ന കാര്യം, ആ സ്പ്രേ ഉപയോഗിച്ച് കൊന്ന കാര്യമാണ് പറയുന്നത്. ജനാലയിൽ കൂടി ശരവണൻ ആ കാഴ്ച കണ്ടതും അങ്ങനെ ആ രാത്രിയിൽ അദ്ദേഹം മരിച്ച കാര്യം, ഇത് കണ്ട് ജീവൻ പൊട്ടിച്ചിരിക്കുന്ന കാര്യം, അങ്ങനെയെല്ലാം ശരവണൻ നിത്യയോട് പറയുമ്പോൾ ഇത് കേട്ട് പൊട്ടിക്കരയുകയാണ് നിത്യ. ശരവണൻ പറയുന്നു, പറയാതിരുന്നത് തെറ്റാണ്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പറയാൻ തോന്നിയില്ല, തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ശരവണനും നിത്യയുടെ മുന്നിലിരുന്ന് കരയുന്നു. ആ മനുഷ്യന്റെ മുന്നിൽ ഞാൻ അനുസരണയോടെ നിൽക്കുമ്പോൾ പറയാറുന്നില്ലേ ശരവണ? നിങ്ങളെയൊക്കെ വെറുപ്പിച്ച് ഞാൻ അയാളുടെ മുന്നിൽ നിന്നപ്പോൾ ഒന്ന് പറയാറുന്നില്ലേ ശരവണ എന്നൊക്കെ നിത്യ പറയുമ്പോൾ നിത്യയുടെ കാല് പിടിച്ച് കരയുകയാണ് ശരവണൻ. ഞാനത് പറഞ്ഞാലും നിങ്ങളെ എങ്ങനെയാണ് അത് സഹിക്കാൻ പറ്റുന്നതെന്ന് അറിയില്ലായിരുന്നു. തെറ്റാണ്. അതിനുവേണ്ടി എന്നെ തല്ലിക്കോ എന്നൊക്കെ പറഞ്ഞ് നിത്യയുടെ കൈ പിടിച്ച് ശരവണന്റെ കവളിൽ സ്വന്തമായിട്ട് അങ്ങ് അടിക്കുകയാണ് ശരവണൻ. എന്നിട്ട് ശരവണനും അവിടെ ഇരുന്ന് വല്ലാതങ്ങ് കരയുകയാണ്. എൻ്റെ ഈശ്വര, എൻ്റെ നന്മയെ കണ്ട് എന്നെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ചിരുന്ന എൻ്റെ അച്ഛനെ കൊന്നു കളഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ നിത്യ പറയുന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ എല്ലാവരെയും കൊന്നു കളയുമെന്ന് അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നതെന്നും ശരവണൻ പറയുന്നു. എന്നിട്ട് ശരവണൻ പറയുന്നു, നിങ്ങൾ കോർട്ടിക്ക് പോകണം, എന്നിട്ട് ആ കൊലകാരനെതിരെ മൊഴി കൊടുക്കണം. ഇത് കേൾക്കുമ്പോഴാണ് നിത്യയുടെ മനസ്സിൽ ഒരു പക വരുന്നത്. ഞാൻ പോകും ശരവണ, ഇനി അവനെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ അച്ഛനെ ഞാനേ ഉള്ളൂ, അച്ഛന് വേണ്ടി പകരം ചോദിക്കാൻ ഞാനേ ഉള്ളൂ എന്നൊക്കെ നിത്യ പറയുന്നു. ശേഷം കാണിക്കുന്നത് ജീവൻ കോടതിയിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്, ചുറ്റും പോലീസും. നിത്യ പോലീസുകാരോട് പറയുന്നു, സാർ ഒരു മിനിറ്റ്, എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണം. നിത്യയോടൊപ്പം ഹരിയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് വീണയും. അങ്ങനെ ജീവനോട് സംസാരിക്കുകയാണ് നിത്യയും ഹരിയും. ആ സമയം പോലീസുകാരവിടെ നിന്ന് പോകുന്നു. ജീവൻ നിത്യയോട് പറയുന്നു, എനിക്കെതിരെ സാക്ഷി പറയാൻ നീ കോടതിയിൽ വന്നു അല്ലേ? എത്ര വർഷം എന്നെ ശിക്ഷിച്ചാലും ഞാൻ പുറത്തിറങ്ങി വന്നാൽ നിന്നെ ഞാൻ കൊല്ലും. ഇത് കേട്ട് നിത്യ ദേഷ്യത്തോടെ ജീവനോട് പറയുന്നു, ഞാനും അതാടാ കാത്തിരിക്കുന്നത്, ഈ ശിക്ഷ കഴിഞ്ഞ് നീ ഒന്ന് പുറത്തിറങ്ങ്. അങ്ങനെ പകയോട് തന്നെയാണ് നിത്യ ജീവനോട് പറയുന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടെ ജീവനും നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.